പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള 9ാമത്തെ സന്ദേശം ആണിത്. പരിശുദ്ധ അമ്മ കുടുംബിനികൾക്ക്, കുടുംബത്തിലെ അമ്മമാർക്ക് മാതൃക എന്ന ഒരു കൊച്ചു സന്ദേശം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു 10 സന്ദേശങ്ങളെങ്കിലും നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീടൊരിക്കൽ ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു ചെറിയൊരു സന്ദേശം നമ്മുടെ കുടുംബത്തിന്, അമ്മമാർക്ക് മാതൃകയായിട്ടുള്ള അമ്മയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുവാനായിട്ടാണ് ഈ കുറച്ച് സമയം ഞാൻ നിങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം മുതലാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഗബ്രിയേൽ ദൂതനിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന സന്ദേശം, പരിശുദ്ധ അമ്മയുടെ ആ വലിയ വാക്കുകൾ ഇന്ന് ലോകം മുഴുവനും പ്രതിധ്വനിക്കുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. അമ്മമാരുടെ ഒരു സ്ഥിരം പല്ലവി എന്ന് തന്നെ നമുക്ക് പറയാം. ഈശോയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള അമ്മമാരുടെ വാക്കുകൾ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം 40-ാം വാക്യം, പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായിട്ടുള്ള എലിസബത്ത് ഗർഭവതിയായി നിന്നറിഞ്ഞിട്ട് അമ്മയെ കാണാനായിട്ട് തിടുക്കത്തിൽ പുറപ്പെടുന്ന ഒരു സംഭവമാണ്. പരിശുദ്ധ അമ്മയെ അഭിവാദനം ചെയ്യുന്നു. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലും എലിസബത്തിൻ്റെ ഉദരത്തിലും 2 ശിശുക്കൾ, യേശുവും യോഹന്നാനും കുതിച്ചു ചാടുന്നു. പരിശുദ്ധ അമ്മയുടെ ആ വലിയ സേവന സന്നദ്ധത ഓരോ അമ്മമാരും ഇന്ന് മാതൃക ആക്കേണ്ടതാണ്. ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഓടിപ്പോകുന്ന അമ്മമാരെ നമ്മൾ നിത്യജീവിതത്തിൽ എന്നും കണ്ടുമുട്ടുന്നവരാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എലിസബത്തിൻ്റെ വാക്കുകളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ്. സഭകളിലും സന്യാസ സമൂഹങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എല്ലാ ദിവസവും ആലപിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളാണ് ഈ സ്തോത്രഗീതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം ഏറ്റവും അധികം പങ്കെടുക്കുന്നത് ദിവ്യബലിക്കാകട്ടെ മറ്റ് തിരുക്കർമ്മങ്ങൾക്കാകട്ടെ അമ്മമാരാണ്. അത്രയ്ക്ക് ആഴമായിട്ടുള്ള അറിവ് കുടുംബജീവിതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഓരോ അമ്മമാർക്കുമുണ്ട് എന്നുള്ളത് ഒരു നിത്യസത്യമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം, മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ധ്യാനിക്കുന്ന പരിശുദ്ധ അമ്മ ഇന്ന് എല്ലാ അമ്മമാർക്കും ഒരു മാതൃകയാണ്. ഭർത്താവിനെ കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ അമ്മമാർ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ളത്. 2-ാം അധ്യായം 1-ാം വാക്യം, 3-ാം ദിവസം കാനായിൽ ഒരു കല്യാണം നടന്നു. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സന്നിഹിതയായിരുന്നു. നമ്മുടെ അമ്മമാരും നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ കുടുംബങ്ങളിലും അത്യാവശ്യങ്ങളിലൊക്കെ സന്നിഹിതരായിരിക്കുന്നവരാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം, പരിശുദ്ധ അമ്മയാണ് ഈശോയോട് ചെന്ന് പറയാനായിട്ട് ആദ്യമായിട്ട് അറിയുന്നത് തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന്. ഈശോയോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. യേശു ചോദിക്കുന്നുണ്ട്, സ്ത്രീ, അതിനെ നിനക്കും എനിക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. കുടുംബങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് തന്നെ അറിയുന്നവരാണ് പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ ഓരോ അമ്മമാരും.
പരിശുദ്ധമ്മയുടെ വലിയൊരു ഇടപെടൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാം. അവൾ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ, യേശു പറയുന്നത് പോലെ ചെയ്യുക എന്ന്. കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രേരണ ഉണ്ടായി എന്നൊക്കെ സുവിശേഷകന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും വ്യാഖ്യാനിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അനുദിന ജീവിതത്തിൽ ഒരുപാട് പരിശുദ്ധ അമ്മയുടെ അനുഭവങ്ങൾ പരിശുദ്ധമ്മ സർവോപരി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്. ജീവിതം മുഴുവനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചവളുമാണ്. 2025 നവംബർ 4-ാം തീയതി പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പ ജനപദങ്ങളുടെ അമ്മ എന്ന രീതിയിൽ ഒരു രേഖ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മാതർ പോപ്പുലി ഫെദേലി എന്നാണ് ഇതിൻ്റെ ലാറ്റിൻ ഇറ്റാലിയൻ രൂപം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനുദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോടൊപ്പം എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗിലേപനം എല്ലായിടത്തും പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ അമ്മമാർ നിറഞ്ഞു നിൽക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ എന്നും നിറഞ്ഞു നിൽക്കുന്ന മാതൃകയായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ അമ്മമാരെ സഹായിക്കണമേ എന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന നമ്മുടെ അമ്മമാരുടെ മാതൃക പരിശുദ്ധ അമ്മയെപ്പോലെ എന്നും എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ അമ്മമാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.